ഇനി നമുക്ക് ഊണ് റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജയൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈറലായിട്ടുള്ള മത്തി ഫ്രൈഡ് റെസിപ്പിയാണ് സ്പെഷ്യലായിട്ടുള്ളത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് മത്തി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണതെന്ന് നോക്കാം. വേറെ എന്തൊക്കെ കറികളാണ് ഞാൻ ലഞ്ചിന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം സാദാ ചിക്കൻ കറി, സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ആദ്യം റെഡിയാക്കി എടുത്തു. പിന്നെ തോരനായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മിക്സ്ഡ് വെജിറ്റബിൾ, ഫ്രോസൺ വെജിറ്റബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ബേബി പൊട്ടറ്റോസും കുറച്ച് ക്യാരറ്റും എക്സ്ട്രാ ആഡ് ചെയ്ത് മെഴുക്ക് വരട്ടി റെഡിയാക്കി. അപ്പോൾ നമുക്ക് സമയമൊന്നുമില്ല, വെജിറ്റബിളൊക്കെ തീർന്നിരിക്കുന്നു. ഞാനിന്ന് ഫ്രോസൺ വെജ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം മത്തി ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് തീ കത്തിക്കുന്നതിന് മുമ്പ് എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് കോക്കനട്ട് ഓയിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടി അതിനകത്തേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ ഇത് തീ ഓണാക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാശ്മീരി ചില്ലി കുമിച്ചിട്ട് 1 ടീസ്പൂൺ ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എല്ലാം കൂടി ഒന്ന് കൂടി യോജിപ്പിക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ തീ ഓണാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ ആ മസാലയുടെ ടേസ്റ്റ്, മീൻസ് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഉള്ളിയുടെയൊക്കെ ടേസ്റ്റാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്. ചോറിൽ കുഴച്ച് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കുഞ്ഞുള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. തീ ഓണാക്കി കേട്ടോ ഞാൻ. ഇനി കൈ വിടാതെ ഇളക്കണം നമ്മൾ, കാരണം മസാല പൊടികളൊക്കെ ചേർത്തതാണ്. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് പകുതി മുക്കാലും വഴണ്ട് കിട്ടുകയും വേണം. അതിനകത്തേക്ക് ഒരു അരക്കുടം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ലോ ഹീറ്റിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏത് ഫിഷും ഇങ്ങനെ ചെയ്യായിരിക്കും. ഞാൻ മത്തിയ സാധാരണ കുഞ്ഞുമീനുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രോൺസും ചെയ്തിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തു. ഈ സാൽമണിലൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഉള്ളി ഞാൻ പറഞ്ഞാൽ മുഴുവൻ അങ്ങ് വഴണ്ട് കിട്ടണ്ട. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ആ കൂടെ ഒന്നുകൂടി ഫ്രൈ ആവും. അപ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും മുഴുവൻ. അപ്പോൾ ഒരു 3/4 ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചതച്ച നല്ല എരിയോട് കുടിച്ച് തന്നെ എടുക്കാം. ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചേർത്ത് കൊടുത്താൽ മതി. അത് ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടിക്കോട്ടെ. അപ്പോൾ ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചതച്ച മുളകും കൂടെ, വറ്റൽ മുളകും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണക്കമുളക് അതിനകത്ത് ഒരു 3/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു. ഒരു മീഡിയം ഹീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലത് വേണമെങ്കിൽ നമ്മൾ മുഴുവൻ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഫുള്ള് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുങ്ങളെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്രയും കുറച്ച് ചേർത്ത് കേട്ടോ. ഇനി അതും കൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മുകളിലേക്ക് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. ഇത് ഉള്ളിയൊക്കെ ഒന്ന് ഈവനായിട്ടൊന്ന് നിരത്തി വയ്ക്കുക. അത് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എല്ലായിടവും നന്നായിട്ട് ഇളക്കണം. ഇവിടുന്ന് മാറിപ്പോകരുത്, അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു കേട്ടോ. മസാലയും കരിഞ്ഞു പോകരുത്, ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. വാളംപുളിയുടെ വെള്ളം ഒരു ചെറിയ പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ചെറുനാരങ്ങയുടെ ഒരു പകുതി സൈസ് അത്ര എടുത്തിട്ടുള്ളൂ. ഇനി പുളിവെള്ളം ഈ ഉള്ളിയിലൊന്ന് വഴണ്ട് പറ്റി തരണം. ഇളക്കി യോജിപ്പിക്കാം. ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ആദ്യം ചേർത്തോണ്ട് അപ്പോൾ ആ സൈഡിലൊക്കെ വറ്റിയിരിക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോയാൽ പിന്നെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് വറ്റിക്കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഉള്ളിയിലേക്ക് പുളി വെക്കാൻ പിടിക്കട്ടെ. മസാലയെല്ലാം ഒന്ന് കൂടി വെച്ച് വെട്ടെ. ഉപ്പൊക്കെ പാകാണോ എന്നിട്ട് വേണമെങ്കിൽ നോക്കാം. മസാലയൊക്കെ ഫിഷിലേക്ക് ചേരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കറി ലീവ്സ് അതുകൊണ്ട് ഫുള്ള് നിരത്താൻ എൻ്റെ കയ്യിൽ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കറി ലീവ്സ് നിരത്തി കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷുകൾ നിരത്തി കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചുവിട്ട് ഇനി ഇവിടെ നിന്ന് തന്നെ ഒരു 10 മിനിറ്റ് 12 ഇത് മറിച്ചിടണം. കാരണം സാധാരണ ഫിഷ് ഫ്രൈ പോലെയല്ല, അടിയിൽ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഫ്രീക്വൻ്റായിട്ട് മറിച്ചിടണം. അല്ലെങ്കിൽ ഉള്ളി അടിയിലിരിക്കുന്ന കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാൻ പാടില്ല, പക്ഷെ നല്ല മൊരിഞ്ഞ് കിട്ടേ വേണം.
അതുപോലെ എടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഫിഷ് എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് നിർത്തി കൊടുത്തു. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം തിരിച്ചെടുക്കണം. ഈ മസാല ഫിഷിൽ പിടിക്കണമല്ലോ. അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ തിരിച്ച് മറിച്ചിട്ടിട്ടാണ് റെഡിയാക്കിയിരിക്കുക. പെട്ടെന്നായി കിട്ടും. ഒരു 10 മിനിറ്റ് ആവശ്യമുള്ളൂ. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചിടാം. അപ്പോൾ ഇനി തിരിച്ചിടാം. ആയിട്ടില്ല മറ്റേ വശം, പക്ഷേ ആ മസാല മറ്റേ സൈഡിലും കൂടി പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ പെട്ടെന്നാണ് തിരിച്ചിരുന്നത്. കുഞ്ഞുമീൻ ഏത് കിട്ടിയാലും ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ ടേസ്റ്റ് തന്നെയായിരിക്കും. ഒരു പ്രാവശ്യം ഫിഷ് നിർവ്വാണം ഉണ്ടാക്കണം. എനിക്ക് വാഴയിൽ കിട്ടാനുള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാതിരിക്കുന്നത്. നാട്ടിലെ പ്രോൺസിന് ഇച്ചിരോട് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളി സൈഡിലിരിക്കണമൊക്കെ മീനിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തിരിക്കൽ കഴിഞ്ഞ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഇളകിയിരിക്കും. അടിയിലിങ്ങനെ സൈഡിലൊന്നും പറ്റി പിടിച്ചിരിക്കുന്നത്, അപ്പോൾ കരിഞ്ഞു പോകും. ഇപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് പൊരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഉള്ളിയൊന്നും കരിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും തിരിച്ചിരുന്നത് കേട്ടോ. ഇങ്ങനെ അടിക്കിടക്കുന്നതിലേക്ക് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊരിച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്ക് മറ്റു ഫ്രൈ സാലഡൊക്കെ കൂട്ടിയാട്ടോ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടവർക്ക്. സൈഡിൽ വീട്ടി നിർത്തുന്നു ചേർത്ത് ഇടിച്ചിട്ട് ചിക്കൻ കറിയും അതൊക്കെ വെറൈറ്റിയും റെഡിയാണ്. അങ്ങനത്തെ കുറച്ച് ചമ്മന്തി ഇരിപ്പുണ്ട്, കുറച്ച് മോര് കറി ഇരിപ്പുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ട് സൂപ്പർ ചോറ് റെഡി. അപ്പോൾ ഇപ്പോൾ ഏകദേശമായി. ഈ സമയത്ത് കുറച്ച് തേങ്ങ കഴുകിയത് ഒരുപാട് ചേർക്കരുത് കേട്ടോ, കുറച്ച് മാത്രം. തേങ്ങയുടെ ഒരു എന്താ പറയുക, ചീരയുടെ ടേസ്റ്റായി പോകും. കുറച്ച് ചേർക്കാവുള്ളൂ. അപ്പോൾ അത് നിന്നിരുന്നു അതിന് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, തിരിച്ചിടുന്നുണ്ട്. എൻ്റേതായ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൊണ്ടല്ലോ, കാണുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്ന പോലെ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ടു. അപ്പോൾ ഈ തേങ്ങയും ഈ ഉള്ളിയുടെ മസാലയൊക്കെ നമ്മുടെ ഫിഷിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ മസാല തേങ്ങയുടെ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് മാത്രം മതി ഗുണമായിരിക്കും. വേറെ ഒന്നുമില്ല, വേറെ ഒരു കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ മറ്റേ സൈഡിലേക്കും തേങ്ങ അടിയിൽ കിടന്ന് മുരിഞ്ഞിട്ടേന് 2-3 മിനിറ്റ് കൂടി മതി, അപ്പോഴത്തേക്കാവും. അപ്പോൾ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. പെട്ടെന്ന് പോയി തയ്യാറാക്കുന്ന പോകും കേട്ടോ. ഏത് ചെറിയ മീനുകളും ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പ്രോൺസ് കൊണ്ട് ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനും ടേസ്റ്റായിരുന്നു കേട്ടോ. പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാടാകരുത് കേട്ടോ. അപ്പോൾ ഒരു പുളി മുമ്പോട്ട് പോകണം. പുളിയുടെ ഒരു രസമേ പാടുള്ളൂ. നമ്മൾ സാമ്പാറിന് കൊടുക്കാതെ ഒരുപാട് ഇടരുത്, ഒരു കുറച്ച് പുളി മാത്രം. ആ പുളിയുടെ ഒരു രസം മാത്രം കിട്ടിയാൽ മതി. സാധനം പറയാൻ പറ്റില്ല, നല്ല മുരിഞ്ഞ ഫ്രൈ, ഓവർ ഫ്രൈ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് മതി. അപ്പം ഞാൻ 3 സെർവ് ചെയ്തിട്ട് അപ്പം നല്ല കുത്തിരിച്ചോറ്, നാടൻ ചിക്കൻ കറി, ഫിഷ് ഫ്രൈ, മെഴുക്കുവരട്ടി. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ ഇച്ചിരി ചമ്മന്തിയും മോര് കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി അല്പം ഗ്രേവിയോട് കൂടി എടുക്കുക കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. അത് ഹോൾ ചിക്കനെ കുക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഒരു വ്യത്യാസം കാണും ടേസ്റ്റിന്. അപ്പോൾ ഇന്നലത്തെ ഞാൻ പറഞ്ഞ പോലെ ചമ്മന്തി ഉണ്ടായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് വെച്ച് മെഴുക്കുവരട്ടി, സൂപ്പർ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ, മത്തി ഫ്രൈ,
ഇച്ചിരി അതിൻ്റെ മൊഴിയിലും കൂടെ ഇരട്ടെ കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റ് അതിങ്ങനെ കുഴച്ചിട്ട് ചോറുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജേർണി ബ്ലോഗ്സ്. ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും. ബൈ താങ്ക് യു.